പതുക്കെ പതുക്കെ അതിലേക്ക് കടക്കുകയാണ്. വലിയ ആരവങ്ങൾ ഈ മനുഷ്യർ തൊട്ടുമുന്നിൽ, ഈ നടയ്ക്ക് തൊട്ടുമുന്നിൽ മുതൽ നിൽക്കുന്ന മനുഷ്യരുണ്ട്. ഇതിന്റെ പിന്നിൽ ഈ വലിയ ഈ മൈതാനം, തേക്കിൻകാട് മൈതാനം എത്ര വലുതാണ് എന്നുള്ളത് ഒരു പൂരത്തിന്റെ കാഴ്ചയിൽ കാണാം. അതാ പതുക്കെ പതുക്കെ എത്തുകയാണ് സജിത്ത്. പൂരവിളംബരത്തിന് വേണ്ടി തെക്കേ ഗോപുരവാതിൽ നട തുറന്ന് പുറത്തേക്ക് വരികയാണ് എറണാകുളം ശിവകുമാർ. കാത്തുനിൽപ്പിന്റെ ആ നിമിഷങ്ങൾക്കൊടുവിൽ ഇതാ നെയ്തിലക്കാവിലമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ അവിടേക്ക് പുറത്തു വരികയാണ്. നേരത്തെ പൂരപ്രേമികൾ പറഞ്ഞതുപോലെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വർഷങ്ങളായി ചെയ്തിരുന്ന ഈ ഗോപുരവാതിൽ തുറന്നിറക്കുന്ന ആ ചടങ്ങ് ഇത്തവണ കഴിഞ്ഞ 5 വർഷമായി എറണാകുളം ശിവകുമാറാണ് അത് നിർവഹിക്കുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണാൻ എത്തിയിരിക്കുന്ന ആരാധകർക്ക് നാളെ കാത്തിരിക്കണം. നാളെയാണ് പൂരനഗരിയിലേക്ക് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തിച്ചേരുക. ഇപ്പോൾ എറണാകുളം ശിവകുമാറാണ് ഇന്നത്തെ താരം. എന്തായാലും പൂരവിളംബരം അതിനുവേണ്ടി പൂർത്തിയാവുകയാണ്. ഇതാ ഗോപുരവാതിൽ തുറന്ന് എറണാകുളം ശിവകുമാർ പുറത്തേക്ക് വരുന്ന ആ മനോഹരമായ കാഴ്ചയാണ്. കാത്തു നിൽക്കുന്ന എത്രയോ പേരുടെ മുന്നിലേക്കാണ് എത്തുന്നത്. ഇനി വീണ്ടും പടിഞ്ഞാറേ ഗോപുരവാതിൽ നടയിലേക്ക് എത്തി അവിടെ ചെന്ന് ശംഖനാദം മുഴക്കുന്നതോടുകൂടി പൂരവിളംബരമാവും. ഇതാണ് ആചാരപരമായ ഒരു ചടങ്ങ്. പക്ഷേ ആ കാത്തു നിൽക്കുന്നവരുടെ ഒരു പ്രധാന കാഴ്ച ആ ഗോപുരവാതിൽ തുറന്നു വരുന്നു എന്ന കാഴ്ചയാണ്. അതാണ് കാത്തു നിൽക്കുന്ന പുരുഷാരങ്ങളുടെ മുന്നിലേക്ക് എറണാകുളം ശിവകുമാർ എത്തുകയാണ്. പൂരച്ചടങ്ങുകളുടെ പ്രധാനപ്പെട്ട ചടങ്ങായി ഇത് മാറുകയാണ്. നാടത്തെ പകൽപൂരമാണ് കാഴ്ചയുടെ പ്രധാന പൂരമെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇത് മറ്റൊരു കാഴ്ചയായി മാറുകയാണ്. എത്രയോ പേരാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും, പക്ഷേ വിദേശികളടക്കം അവിടെ കാത്തു നിൽക്കുകയാണ് ഈ പൂരത്തിന്റെ വ്യത്യസ്തമായ മറ്റൊന്നുമില്ലാത്ത ഈ കാഴ്ചകൾ.